2 വർഷം ദൈർഘ്യമുള്ള ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി, 1 വർഷം ദൈർഘ്യമുള്ള അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടി ആൻഡ് കോസ്മെറ്റോളജി, സർക്കാർ അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സ് എന്നിവയിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായോ താഴെ കാണുന്ന നമ്പറിലോ ബന്ധപ്പെടുക. ചോക്കാട് പന്നിക്കോട്ടുമുണ്ടയിലെ നടപ്പാലം വീതി കൂട്ടി പുനർനിർമ്മിക്കുന്നതിന് 7 കോടി രൂപ അനുവദിച്ചു. സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ച ബജറ്റിലാണ് തുക അനുവദിച്ചത്. കഴിഞ്ഞ 9 വർഷങ്ങളിലും സംസ്ഥാന സർക്കാർ ബജറ്റുകളിൽ ടോക്കൺ വയ്ക്കാറുണ്ടെങ്കിലും ഫണ്ട് അനുവദിച്ചില്ല. കാൽനടയാത്രക്കാർക്ക് പുറമെ 100 കണക്കിന് ചെറുവാഹനങ്ങളാണ് ഈ പാലത്തിലൂടെ കടന്നു പോകുന്നത്. പാലം പാടെ ജീർണാവസ്ഥയിലാണ്. 1 പതിറ്റാണ്ടിലേറെ കാലമായി പാലം വീതി കൂട്ടണമെന്ന ആവശ്യങ്ങളോട് അധികൃതർ മുഖം തിരിഞ്ഞു നിൽക്കുകയായിരുന്നു. നാട്ടുകാരുടെ നിരവധിയായ നിവേദനങ്ങളുടെ ഫലമായി പൊതുമരാമത്ത് അധികൃതർ 7.25 കോടിയോളം രൂപ ചിലവിൽ പാലം നിർമ്മിക്കുന്നതിന് പദ്ധതികൾ തയ്യാറാക്കിയെങ്കിലും സർക്കാർ തുക അനുവദിച്ചിരുന്നില്ല. പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ മമ്പാട്ടുമൂലയിലെ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിവേദനം നൽകിയിരുന്നു. സർവകക്ഷി സംഘവും നിവേദനവുമായി സർക്കാരിനെ സമീപിച്ചിരുന്നു. നിവേദന സംഘത്തിന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി P.K. ബഷീറും റവന്യൂ മന്ത്രി A.P. അനിൽകുമാറും ഉറപ്പും നൽകിയിരുന്നു. നാട്ടുകാരുടെ പ്രധാന ആവശ്യമായതോടെയാണ് സർക്കാർ ബജറ്റിൽ ഫണ്ട് അനുവദിച്ചത്. മലയോര ഹൈവേയുമായി ബന്ധിപ്പിക്കുന്ന പാലം നിർമ്മിച്ചാൽ മമ്പാട്ടുമുല, മഞ്ഞപ്പെട്ടി, മാളിയേക്കൽ തുടങ്ങി ചോക്കാട് പഞ്ചായത്തിലെ 10ഓളം വരുന്ന വാർഡുകളിലെ മനുഷ്യർക്ക് വലിയ ഉപകാരമാകും. ന്യൂസ് ബ്യൂറോ, ചോക്കാട്.